പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായ നമ്മുടെ കൂടെ ഈ അൾത്താരയിലായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനാഥ, 3 മണി സമയം നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിലായതുകൊണ്ട് ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളോട് കാണിച്ച അനന്തമായ സ്നേഹമാണ് ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇത്രമാത്രം നിസ്സാരരായിരുന്നിട്ടും, ഇത്രമാത്രം ബലഹീനരായിരുന്നിട്ടും, പാപികളായിരുന്നിട്ടും, പാപം ചെയ്ത് നിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയവരായിരുന്നിട്ടും ഞങ്ങൾ ആരും നശിച്ചു പോകാതിരിക്കുവാനായി, ഞങ്ങളെ വീണ്ടെടുക്കുവാനായി നീ ഞങ്ങളോട് കരുണ കാണിച്ചവനാണ്. ഒരു വലിയ ബോധ്യത്തോടെ ഈശോയെ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിമിഷം നിന്റെ മുമ്പിലായിരിക്കുന്നു. ഒത്തിരിയേറെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലൂടെയൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങൾ കടന്നു പോകുന്നുണ്ട്. പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനോ ചെയ്യുവാനോ സംസാരിക്കുവാനോ പോലും ഞങ്ങൾക്ക് സാധിക്കാതെ പോകുന്ന നിമിഷങ്ങളുണ്ട്. ഒത്തിരിയേറെ ബലഹീനതകളുടെ നടുവിലും ഞങ്ങളുടെ ബലഹീനതകളെ എല്ലാം നിറവുകളാക്കി മാറ്റുന്നത് ഈശോയെ നിന്റെ വലിയ കൃപയാണ്. ഒരു വലിയ ബോധ്യത്തോടെ നിന്റെ സ്നേഹവും കരുണയും ഒക്കെ ഒത്തിരിയേറെ ആഗ്രഹിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഈ ആരാധനയുടെ നിമിഷം ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യയെ കുർബാനയപ്പമായ സ്വർഗീയ ഭോജ്യമായ നമ്മുടെ കൂടെയായിരുന്നു കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാനായി നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയം വയ്ക്കാം. ഒത്തിരിയേറെ ആളുകളുടെ ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം അവർ നേരിടുന്നത് അവരായിരിക്കുന്ന അവസ്ഥയിൽ സ്വന്തമായി അവരെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്നേക്കാൾ അധികമായിട്ട് എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് കൊടുത്തു, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. എൻ്റെ ശരീരത്തെക്കുറിച്ചോ, എൻ്റെ ആത്മാവിനെക്കുറിച്ചോ, എൻ്റെ ജീവിതത്തെക്കുറിച്ചോ, എൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ചോ കൂടുതൽ ധ്യാനിക്കുന്നതിനേക്കാൾ ഉപരിയായി, അതിൽ സന്തോഷിക്കുന്നതിനേക്കാൾ അധികമായി എനിക്ക് കിട്ടാത്തതിനെ ഓർത്ത് അല്ലെ മറ്റുള്ളവർക്ക് കിട്ടിയതിനെ ഓർത്ത് സങ്കടപ്പെടുകയും അസൂയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എന്ന് പറയുന്നത് ദൈവം കരുണ കാണിച്ച ജീവിതങ്ങളാണ്. ദൈവം നമ്മളോട് കരുണ കാണിച്ച ജീവിതങ്ങളാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും മനോഹരമാണ് എന്ന് തോന്നിയതാണ് നമ്മൾ ഓരോരുത്തരും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം സകലതും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം പറയുന്ന കാര്യം എല്ലാം നല്ലതായിരിക്കുന്നു, എല്ലാം നന്നായിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ മനോഭാവമാണ്. നമ്മളെ ഓരോരുത്തരെയും ദൈവം തൻ്റെ ആഗ്രഹപ്രകാരം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഓരോരുത്തരും അത്രമാത്രം വിലയുള്ളതാണ്.
അതുകൊണ്ട് ദൈവം ഒരിക്കലും വചനത്തിൽ ഒരിടത്തും പറയത്തില്ല നീ ഒന്നിനും കൊള്ളത്തില്ലാത്തവനാണ്, നീ ഒന്നിനും ഉപകാരപ്പെടത്തില്ലാത്തവനാണ്, നിന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊരു ഉപകാരവും ഇല്ല എന്നൊന്നും ഒരിക്കലും ദൈവം പറയുന്നില്ല. നീ എനിക്കെന്നും വിലപ്പെട്ടതാണ്, നീ എനിക്കെന്നും ബഹുമാനനാണ്, നിന്നെ ഞാൻ അത്ര അധികമായി സ്നേഹിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഓരോരുത്തരും അത്രമാത്രം വിലയുള്ളവരാണ് എന്നത് വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 20-ാം തിരുവചനം പറയുന്നു, ദൈവത്തോട് വാഗ്വാദം നടത്തുവാൻ മനുഷ്യ നീ ആരാണ്? നീ എന്തിനാണ് ഈ വിധത്തിൽ എന്നെ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? കുശവനോട് ചോദിക്കുന്ന ചോദ്യം, കുശവൻ അവൻ്റെ ആഗ്രഹപ്രകാരം അവൻ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള രീതിയിലാണ് ഓരോ കുടങ്ങളും നിർമ്മിക്കുക. അവൻ്റെ ഏറ്റവും വലിയ ഭാവനയാണ്. അവന് നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മുഴുവനും വീണ്ടും കുഴച്ച് വീണ്ടും നന്നായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മളൊരു കാര്യം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് വന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും അതിൽ ഒത്തിരിയേറെ വർക്ക് ചെയ്യും. കാരണം അത് നമ്മുടെയൊക്കെ ഒരു ദൈവിക സാന്നിധ്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യമാണ്. അപ്രകാരം ദൈവം നമ്മളെ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് വാഗ്വാദം ചെയ്യുവാനായിട്ട് നീ ആരാണ് മനുഷ്യ എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഒരേ കളിമൺ പിണ്ടത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കുവാൻ കുശവൻ അവകാശമില്ലേ? പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവം കരുണ കാണിച്ച ജീവിതങ്ങളാണ്. ദൈവം കരുണ കാണിച്ച ജീവിതങ്ങളാകുമ്പോൾ നമുക്ക് സൃഷ്ടാവ് തന്നെ അതിമനോഹരമെന്ന് കരുതിയ നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും സൃഷ്ടാവിനെ പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മൂല്യവും ശ്രേഷ്ഠതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നല്ലതാണെന്ന് കരുതി നമ്മളെ സൃഷ്ടിച്ച് ലോകത്തിലേക്ക് വിട്ടപ്പോൾ അതിൽ കുറവ് കണ്ടെത്തുക അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാതിരിക്കുക എന്നത് സൃഷ്ടാവിനെതിരെയുള്ളൊരു വലിയ പാപമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്നൊരു കാര്യം, ദൈവം നമ്മളെ എത്ര മനോഹരമായി സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും മനോഹരമായി അതിൻ്റെ പൂർണ്ണതയിൽ വളരണമെന്നുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ആ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കാളൊക്കെ ഉപരിയായി നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വലിയ ഉണ്ടാകുന്ന ചിന്തകൾ, അതൊക്കെ നമ്മൾ ഒത്തിരിയേറെ പാപത്തിലേക്ക് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഹൃദയത്തിൽ രൂപം കൊള്ളുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഒത്തിരി പാപത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഒരു നീണ്ട ലിസ്റ്റ് തന്നെ വചനത്തിൽ പറഞ്ഞു വെക്കുക. എന്താണ് കാരണം? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും അപ്രകാരമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് വിപരീതമായിട്ട് ദൈവം പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെ ഉള്ളിൽ അശുദ്ധിയല്ല വേണ്ടത്, നമ്മുടെ ഉള്ളിൽ വിശുദ്ധി നിറയണം. ഈശോയുടെ തിരുഹൃദയം, നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ. ഇത്രമാത്രം ഈശോയുടെ ഹൃദയം നിറയെ സ്നേഹവും കരുണയും കാരുണ്യവും ഒക്കെയാണ്. ഈശോയുടെ ഹൃദയത്തിൽ മുഴുവനും ആ ഒരു സ്നേഹമാണെങ്കിൽ അപ്രകാരം ആ ഒരു സ്നേഹത്തിലേക്ക് വളരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തിന്മയാണോ ഏറ്റവും കൂടുതൽ, അതോ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ്? ഈശോയുടെ ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്രകാരമായി തീരുന്നുണ്ട്. പലപ്പോഴും പാപത്തിൻ്റെ അവസ്ഥകളിലേക്കാണ് നമ്മുടെ ജീവിതങ്ങളിൽ മുഴുകുന്നത് എങ്കിൽ വീണ്ടും ദൈവം ആവശ്യപ്പെടുന്നത്, മകനെ മകളെ നീ തിരിച്ചു വരിക, എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ദൈവകരുണയുടെ ഛായാചിത്രത്തിൻ്റെ താഴെ എഴുതി വച്ചിട്ടുണ്ട്, കർത്താവേ ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു,
കാരണം ഈശോയിൽ മാത്രമാണ് നമുക്ക് രക്ഷ. ഏകരക്ഷകനായ യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ട് അവരിൽ അഭയം പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു വലിയ ചിന്തയാണ്, കർത്താവേ, ഇത്രയും പാപം ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെടുമോ? സങ്കീർത്തനം പറയുന്നുണ്ട്, സങ്കീർത്തനം 77 അതിൻ്റെ 6-ാം തിരുവചനം പറയുന്നു, ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ചോദ്യമുയരുകയും ചെയ്യുന്നു, കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ചിന്ത നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു സുവിശേഷമാണ് എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ വലിയ ബന്ധനത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ കർത്താവേ, നീ ഒരു വലിയ കാരുണ്യമായി നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ ഒരു വലിയ തിരുരക്തത്താലും തിരുജലത്താലും എല്ലാ മനുഷ്യരെയും വിശുദ്ധീകരിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുവാനായി കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവം കരുണ കാണിച്ച ജീവിതങ്ങളാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ എന്ന വലിയ ബോധ്യം. ഈശോയെ, ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയൊക്കെ അംഗീകരിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടാവായ അങ്ങേ മനസ്സ് തുറന്ന് സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കർത്താവെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലും നീ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കുവാൻ, ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടൊക്കെ കരുണ കാണിക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമേ. പലപ്പോഴും ഒത്തിരിയേറെ വീഴ്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഒത്തിരിയേറെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപയും അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈശോയെ നിന്നെ ആരാധിക്കുകയും നിന്നെ സ്നേഹിക്കുകയും നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളതിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന